ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുഴക്കാതെ പരത്താതെയൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഞാൻ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും തീർച്ചയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നോർമൽ പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം, സാധാരണ വെള്ളം കേട്ടോ, നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കലക്കുന്ന ഭാഗത്താണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഞാൻ കണ്ട വീഡിയോയിൽ ഇഡ്ഡലി മാവിൻ്റെ തിക്നെസ്സിൽ കലക്കിയെടുക്കാനാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തിക്നെസ്സിൽ നമ്മൾ കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് അത് പെട്ടെന്ന് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കലക്കിയെടുത്തിട്ടുള്ളത്. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലല്ല, കുറച്ചും കൂടെ ലൂസായിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസിൽ കലക്കിയെടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് വറ്റിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, പെട്ടെന്ന് അങ്ങോട്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ, നല്ല ടൈറ്റായിട്ട് വരണം. നമ്മൾ സാധാരണ പത്തിരിക്ക് സാധാരണ പൊടി വാട്ടുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ടൈറ്റായിട്ടാണ് ആ മാവ് കിട്ടുന്നത്, അതേ ഒരു ടൈറ്റിൽ നമ്മൾ ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ആവും കേട്ടോ, റെഡി ആവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ പൊടി വാട്ടുന്ന അതിൻ്റെ പകുതി സമയം കൂടെ വേണ്ട കേട്ടോ, പെട്ടെന്ന് ഇത് വറ്റി കിട്ടും. അപ്പോൾ പൊടി കുഴക്കാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ ഇതുപോലെ വാട്ടിയെടുക്കാൻ, സാധാരണ നോർമൽ രീതിയിൽ പത്തിരിക്ക് പൊടി വാട്ടാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും വറ്റിയാൽ പോരട്ടോ, നന്നായിട്ട് ഡ്രൈ ആവണം. അതാണ് നമ്മൾ സെക്കൻഡ് പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിത് ആ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കാര്യമാണ്. പിന്നെ സെക്കൻഡ് പോയിൻ്റ് ഇതന്നെയാണ് കേട്ടോ, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം, നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിങ്ങനെ തോന്നും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന്, എന്നാലും നമ്മൾ പരമാവധി ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പരുവം വരെ നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ. അത്രയും ഡ്രൈ ആവുന്നത് വരെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് അതെല്ലാ പൊടിയെല്ലാം ഒരുമിച്ചൊന്ന് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പെർഫെക്റ്റായി കിട്ടിയതാണ്. ഇതിന് മുമ്പേ ഞാൻ ചെയ്തൊരു സംഭവമാണിത് കേട്ടോ. ആദ്യം ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അന്ന് എൻ്റെ ഇത് ഫ്ലോപ്പായി പോയി. അപ്പോൾ ആ ഒരു സംഭവം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഞാൻ അങ്ങനെ വാട്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ചാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് എടുത്ത് ഉരുട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഉരുളകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മാവ്. ചെറിയൊരു ലൂസിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുത്തത്. എന്ന് വെച്ചാൽ അധികം ലൂസൊന്നുമില്ല, നമ്മളെ അഭിപ്രായത്തിൽ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിക്കണു എന്നുള്ളൊരിതായിരുന്നു. പിന്നെ പണി കിട്ടിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അങ്ങനെ ഞാനിതൊക്കെ ഉരുട്ടിയിട്ടുണ്ടായിരുന്നു. ഉരുട്ടുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് പ്രസ്സിൽ വെച്ചിട്ട് നമ്മളിത് പരത്തിയെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് പണി കിട്ടിയത്. കണ്ടില്ലേ, ഒരെണ്ണം ശരിക്കും എനിക്കിതിൽ പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് സാധാരണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എണ്ണം കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. എല്ലാം ഇതിലൊട്ടിപ്പിടിച്ച് ആകെ പൊട്ടി നാശമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഇത് ശരിയാവുന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതങ്ങ് പോയി കിട്ടി. പിന്നെ ഞാൻ ലാസ്റ്റ് വേറൊരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കി, ഇങ്ങനെ റോളർ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ നോക്കി. അപ്പോൾ അത് അതിലും വലിയ പരാജയമായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആ മാവ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നേരെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇതിലിട്ടിട്ട് സേവനാഴിയിലിട്ടിട്ട് നമ്മൾ അത് പീസി കൊടുത്തു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അന്നത്തെ പത്തിരി ഇടിയപ്പമായി മാറി. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഇത്ര സോഫ്റ്റായിട്ട് ഒരിക്കലും ഇടിയപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആയിട്ടില്ല. അത്രക്ക് സോഫ്റ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പിറ്റേ ദിവസം വരെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇടിയപ്പം. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പം നമുക്കിതൊരു ടിപ്പായിട്ട് എടുക്കാം അല്ലേ. ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫസ്റ്റ് മുതൽ എടുത്ത് കാണിച്ച് തന്നത്. അപ്പോൾ ആദ്യം പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് തിരുത്തിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് റെഡിയായി വരുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് വിട്ടു കൊടുക്കണ്ടെന്ന് കരുതി അപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് തിരുത്തിയിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു ഡിഫറൻസ്. പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ ഒട്ടൊന്നും ചെയ്യാതെ, കയ്യുമ്മൽ അധികം ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എത്ര നമ്മളിത് ടൈറ്റാക്കി എടുത്താലും നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവുക. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. ഒട്ടും ബലം ഉണ്ടാവില്ല ഈ ഒരു മാവിന്. അപ്പോൾ കുഴക്കുക എന്നുള്ള ആ ഒരു വലിയ ഒരു കടമ്പ നമുക്ക് ഇതിൽ ഒഴിവായി കിട്ടുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ അതെല്ലാം ഞാനതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തുന്നില്ല, റോളറൊന്നും വെച്ചിട്ട് ഒരുപാട് നേരം നിന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു നമ്മളെ പ്രസ്സിൽ വെച്ചിട്ട്, പത്തിരിയുടെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒട്ടി പിടിക്കില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഒരു 4 പത്തിരി വരെയൊക്കെ നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 4 എണ്ണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓയിൽ ആക്കി കൊടുത്താൽ മതി. ഓരോ പത്തിരി ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഓയിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളതിന് മുന്നേ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ വെള്ളം അത് കലക്കിയെടുക്കുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ ആ വാട്ടിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇതും അത് ഡ്രൈ ആക്കുന്ന സമയത്തുള്ള ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ ഇതുപോലെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അത് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത്, ഇങ്ങനെ പരത്തി വെക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയിൽ ഡിപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് പൊടിയിൽ ഡിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഈ പരത്തുന്ന സമയത്ത് തന്നെ ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. ഡയറക്റ്റ് ഇതുപോലെ ഓരോന്നും നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ ചുടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പൊടിയിൽ ഡിപ്പ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ആ ഒരു രൂപത്തിൽ എല്ലാ പത്തിരിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനെടുത്ത 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ഇത്രയാണ് കേട്ടോ പത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3ാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഇത് കരിഞ്ഞു പോകുമെന്നുള്ള പേടിയിൽ ചട്ടിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ പൊങ്ങി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 എണ്ണമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് പിന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. നമ്മൾ സാധാരണ വാട്ടി ഉണ്ടാക്കുന്നതിലും സോഫ്റ്റായിട്ടാണ് ഈ ഒരു പത്തിരി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 2-3 പോയിൻ്റ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഒരുപാട് ടൈം നമുക്ക് ലാഭമാണ്, അതുപോലെ ഒരുപാട് പണിയും നമുക്ക് ലാഭമാണ് ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 2-3 പോയിൻ്റ്
പോയിൻറ്റ്സ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. പണി കിട്ടിയാലും പേടിക്കൊന്നും വേണ്ട. ഞാൻ ചെയ്ത മാതിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം അപ്പം നമുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്ത് നോക്കിയെന്ന് വെച്ചിട്ട് മാവ് വേസ്റ്റായി പോകുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.